അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരസ്പരം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വാങ്ങി, സ്വാഭാവികമായിട്ട് അവന്റെതാ. പൈസ കൊടുത്ത് ഷാജിക്കാടെ കയ്യിൽ നിന്ന് 10 സെന്റ് സ്ഥലവും വീടും ഞാൻ വാങ്ങിച്ചത് എന്റേതായി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്ക് പോകേണ്ട കാര്യമുണ്ടോ? എനിക്ക് പോകേണ്ട കാര്യമില്ല. ആ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു, ഇതെന്റെതല്ല, നീ എടുക്ക്. അദ്ദേഹം പറയുന്നു, എന്റേതല്ല, നീ എടുക്ക്. രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് അവസാനം ജഡ്ജിയുടെ മുന്നിൽ പോയെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. നമ്മളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ മുക്കിയാനെ. ഒരു ഇൻസാൻ പോലും അറിയത്തില്ല, കെട്ടിയ പെണ്ണുമ്പുള്ള പോലും അറിയത്തില്ല. കൊണ്ടുപോയി ഒളിച്ചു വെക്കാൻ പറ്റുന്നിടത്ത് ഒളിച്ചു വെക്കും. പലരും ഇപ്പൊ വരുന്നുണ്ട്, പലരും വരാറുണ്ട്. നിധി എന്നല്ലേ പറയാ, നിധിയൊക്കെ നോക്കി എടുത്തു കൊടുക്കുന്ന ആൾക്കാർ വരാറുണ്ട്. പണ്ടൊരാള് പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ പറമ്പിൽ നിധിയുണ്ട്, എന്റെ പറമ്പിൽ നിധിയുണ്ടെന്നാ പറഞ്ഞേ, എടുത്തു തരാം. ഞാൻ പറഞ്ഞു, നിധി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, നല്ലതല്ലേ. എന്റെ പ്രിയപ്പെട്ടവർ, എങ്ങനെ എടുത്തു കൊടുക്കുന്നവർ, അതിനകത്തൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഒളിച്ചു പാത്ത് ആരെങ്കിലും പറയോ? എവിടെ പറയാൻ അല്ലേ? അല്ലാഹു അഅലം. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം എന്റേതാണെന്ന് പറഞ്ഞ് തർക്കം കൂടിയിട്ട് അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി. ഭരണാധികാരി ഇത് കേട്ടപ്പോ കണ്ണും തള്ളിയിരിക്ക, പടച്ചോനെ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ? അല്ലാഹ്, ഇപ്പത്തെ ജഡ്ജിമാര് കണ്ണു തള്ളിയിരിക്ക, ഇവ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചിന്തിക്കണം. എങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിന് പോലും 1 സെന്റ് കൊടുക്കാത്തവൻ, കയറി പോകണ്ടടാ, വണ്ടി കയറി പോകാൻ വഴി ചോദിച്ചാൽ പോലും കൊടുക്കാത്തവൻ. എടാ, എത്ര ഏക്കർ വസ്തുവുള്ളവനാണെങ്കിലും കുടുംബ വസ്തുവിന്റെ അളവ് വെക്കുന്ന സമയത്ത് കാണണം, പടച്ചവനെ, ഏക്കർ കണക്കിനുണ്ടാകും. എന്തിനാ ഇവനെന്നറിയില്ല. അവരും വരും, കുടുംബത്തിന്റെ വസ്തു പൈസ വെക്കുമ്പോ എനിക്ക് വേണം പൈസ വേണം എന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസ്.